ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 500 സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ഒരു യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്നത് പ്രയാസം തന്നെയാണ്. എന്നാൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു യൂട്യൂബ് ചാനലിന്റെ കാര്യം എടുത്തു നോക്കിയാൽ, അതായത് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വർദ്ധിക്കുന്നത് കാണാം. തുടക്കക്കാരായ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് അവരുടെ വീഡിയോസ് എല്ലാം നല്ലതാണെങ്കിൽ കൂടി പലരും അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എല്ലാം കുറവായതുകൊണ്ട് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. നേരത്തെ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ചെയ്തിരുന്ന ഒരു കാര്യം അവരുടെ സബ്സ്ക്രൈബർ കൗണ്ട് എല്ലാം ഹൈഡ് ചെയ്തു വയ്ക്കുക എന്നതാണ്. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ സബ്സ്ക്രൈബർ എത്രയായി എന്ന് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ യൂട്യൂബിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം ഈ മാസം അവസാനം വരെ മാത്രമേ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഹൈഡ് ചെയ്യാൻ സാധിക്കൂ. അതിനാൽ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ച് ഇനി നമുക്ക് ആലോചിക്കാൻ സാധ്യമല്ല. അപ്പോൾ എങ്ങനെയാണ് തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് ആദ്യത്തെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, അതായത് ഒരു 500 സബ്സ്ക്രൈബേഴ്സ് എല്ലാം അവരുടെ ചാനലിൽ കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തുടക്കക്കാരായ യൂട്യൂബേഴ്സ് അവരുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ലഭിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം സ്ഥിരമായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ സ്ഥിരമായി നിങ്ങൾ വീഡിയോസ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തുകയും അതുവഴി നിങ്ങൾക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം നേടിയെടുക്കാനും സാധിക്കും. ഇനി നിങ്ങളുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ട നല്ല ഒരു വഴിയാണ് ഞാൻ പറയുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഉദാഹരണമായി നിങ്ങൾ ഒരു ടെക് ചാനൽ എല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ പല ടെക് യൂട്യൂബേഴ്സിൻ്റെയും കമൻസ് എല്ലാം പോയി നോക്കുക. അവരുടെ കമൻസിൽ പലരും പല ഡൗട്ട്സ് എല്ലാം ചോദിച്ചിരിക്കുന്നത് കാണാം. പലപ്പോഴും കുറേ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ള ഒരു യൂട്യൂബർക്ക് ഇവയെല്ലാം നോക്കി മറുപടി നൽകുക എന്നത് പ്രയാസമാണ്. ഇവിടെ നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയാമെങ്കിൽ ആ കമന്റിന് മറുപടി നൽകാം. ഇതുവഴി അവർക്ക് അവരുടെ ഡൗട്ട് ക്ലിയർ ആവുകയും അതിനാൽ തന്നെ നിങ്ങളുടെ ചാനൽ നോക്കി അവർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ ചാനലിന്റെ വിസിബിലിറ്റി എല്ലാം കൂട്ടുന്നതിന് ഏറ്റവും നല്ല ഒരു മാർഗമാണ് യൂട്യൂബ് കമന്റ്സ്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർ ഡൗട്ട് ചോദിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് നല്ലതായി തോന്നിയാൽ വീഡിയോസ് എല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട വീഡിയോ ടോപ്പിക് എല്ലാം ലഭിക്കുന്നതിനും ഇതുപോലെയുള്ള കമന്റ്സ് എല്ലാം യൂസ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വരുന്ന കമന്റ്സിനെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഒരു പുതിയ യൂട്യൂബർക്ക് അവരുടെ ചാനലിലേക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.